വെൽക്കം ബാക്ക് ടു മൈ കിച്ചൺ. ഞാൻ പ്രസീത. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സ്പൈറൽ പൊട്ടറ്റോ ആണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിന് നമ്മൾ ഉരുളക്കിഴങ്ങ് എടുക്കുക. ഇത് ചെറുത് നോക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നീളത്തിലുള്ളതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് ഇതുപോലെ സ്ക്യൂവറോ, ഞാൻ എടുത്തിരിക്കുന്ന ഈർക്കിലിയാണ്, പച്ച ഈർക്കിലി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് അതിൻ്റെ തുമ്പ് നന്നായിട്ടൊന്ന് കൂർപ്പിച്ചിട്ട് ഇതുപോലെ ഉരുളക്കിഴങ്ങിൽ നന്നായിട്ട് കുത്തി വെക്കണം. ഫുള്ള് കുത്തി ഇറക്കണ്ട, ഏറ്റവും മുകളിലായിട്ട് വെച്ചാൽ മതി. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് മുറിച്ചെടുക്കണം സ്പൈറലായിട്ട്. അതിന് സൂക്ഷിച്ച് മുറിക്കണം, സ്പ്ലിറ്റായി പോവരുത്. ഒന്ന് ചരിച്ച് മുറിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ മുറിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. എന്നിട്ട് നമ്മൾ പതുക്കെ സാവധാനം ധൃതിയൊന്നും പിടിക്കാണ്ട് ഒന്ന് അകത്തിയെടുക്കുക. പിന്നെ ഇടയ്ക്കൊന്ന് കട്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പിച്ചാത്തി വെച്ച് മുറിച്ച് കൊടുക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ മുറിക്കുമ്പോൾ ആ സ്ക്യൂവറിൻ്റെ അടുത്ത് വരെ മുറിക്കാനായിട്ട് നോക്കുക. സ്പ്ലിറ്റായി പോകരുത്. പക്ഷേങ്കിൽ ഇത് ഫുള്ള് കട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതൊന്ന് വെള്ളത്തിലിട്ട് വെക്കാം. അതിൻ്റെ സ്റ്റാർച്ചൊക്കെ ഒന്ന് റിമൂവ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നത്. അപ്പോൾ ഈ വെള്ളത്തിലിട്ട ആ സമയത്ത് ഒരു 5 മിനിറ്റ് നമുക്ക് വെക്കണം. ആ സമയത്ത് നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കുറച്ച് ഉപ്പും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ചാട്ട് മസാലയും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ബാറ്റർ തയ്യാറാക്കണം. ചാട്ട് മസാല നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. മല്ലിയും അജ്വൈനും കുരുമുളകും ജീരകവും സിട്രിക് ആസിഡും ബ്ലാക്ക് സോൾട്ടും ഡ്രൈ മാംഗോ പൗഡറും ഉപ്പും റെഡ് ചില്ലിയും കൂടി വെച്ചുണ്ടാക്കുന്ന ഒരു മസാലയാണ്. ഈ ബാറ്റർ ലിക്വിഡി ആയിരിക്കണം, ഒത്തിരി ടൈറ്റ് ആവാൻ പാടില്ല. ടൈറ്റ് ആയാൽ ഇത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഇത് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ആ പൊട്ടറ്റയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എങ്ങനെ നമ്മൾ സൗകര്യം പോലെ ഇച്ചിരി വലിയ പാത്രത്തിലെടുത്ത് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് ശേഷം നമുക്കിതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് നമ്മളിത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പൊട്ടറ്റോസ് അതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോസ് അധികം സമയം വെക്കരുത്. കാരണം ലിക്വിഡ് ആയിട്ടുള്ള ബാറ്റർ ആയതുകൊണ്ട് ഒഴുകി പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതൊന്ന് ജസ്റ്റ് ഇട്ടതിന് ശേഷം ഒന്ന് ഫ്രൈ ആയതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. ഇനി ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്കും നമുക്കിത് എടുക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ നമുക്കൊന്ന് അടിച്ചിട്ട് തിരിച്ചു വരാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്